അതായത് എലമെൻറ്റർ എന്ന് പറയുന്ന നമ്മളെ ഈ ബിൽഡർ യൂസ് ചെയ്തിട്ട് വേർഡ്പ്രസ്സിൽ ഒരു തീം ടെംപ്ലേറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും, നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ടെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഇത് ഓരോ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓരോ കണ്ടെയ്നറാണിത്. ഇപ്പോൾ ഈ ഓൾഡ് ആവും, ഇതൊരു കണ്ടെയ്നറാണ്. ഇതിന് ചുറ്റും ഒരു ഇത് കണ്ടോ, ഒരു പിങ്ക് ലൈന്, സ്ക്രീൻ ഷെയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് ആണ് ലെഫ്റ്റ് സൈഡ് ഉണ്ടാവുക ഫുള്ള്. അപ്പോൾ വി ഓൾ ലവ് എന്നുള്ളത് ഇവിടെ മാറ്റിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ നസീബ് ഡിജിറ്റൽ എന്തെങ്കിലും ആക്കാം. ഓക്കെ. ദെൻ ഈ ലിങ്ക് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് എങ്ങോട്ടേലും പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് പോകും. ഓക്കെ. ദെൻ ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ഒരു കേസിൽ എന്താ, സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, കളറ്. അപ്പോൾ കളറ്, സൈസ്, ഇതൊക്കെ സ്റ്റൈലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ സെറ്റിങ്സിൻ്റെ സ്റ്റൈല് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അലൈൻമെൻറ്റ് വേണമെങ്കിൽ സൈഡിലോട്ടാക്കാം, സെൻറ്ററിലോട്ടാക്കാം, റൈറ്റ് സൈഡിലോട്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. കളറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനനുസരിച്ചിരിക്കും. ഓക്കെ. എന്നുവെച്ചാൽ എന്ത് ചെയ്യാം, കളറ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ടൈപ്പോഗ്രഫി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ടൈപ്പോഗ്രഫി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇനി ഫോണ്ടിൻ്റെ സ്റ്റൈല് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഫാമിലി എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ഫാമിലിയിൽ പോയി കഴിഞ്ഞാൽ ടൈംസ് ന്യൂ റോമൻ എടുത്തു കഴിഞ്ഞാൽ സ്റ്റൈല് മാറി. ഓക്കെ. ഇതുപോലെ ഇതിൽ എല്ലാതും മാറ്റാൻ പറ്റും. ഇനി ബട്ടൻ്റെ കേസ് എടുക്കുക. ബട്ടൺ ആയാലും ഈ പറയുന്ന കാര്യം നിങ്ങൾ എത്ര ചെയ്യേണ്ടുള്ളൂ, ലെഫ്റ്റ് സൈഡ് നേരെ വായിച്ച് നോക്കുക. ഇപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ഇതാ ടെക്സ്റ്റ് ഇവിടെ എല്ലാം എഴുതിയില്ലത്, അത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വാട്സപ്പ് നൗ എന്ന് എന്തെങ്കിലും കൊടുക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കണം, വാട്സപ്പിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ പേര് കൊടുത്തുകൊണ്ട് ഇപ്പോൾ വാട്സപ്പിലോട്ട് പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ലിങ്ക് എന്ന് പറയുന്ന കോളുണ്ട് അല്ലേ. രണ്ട് കാര്യം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇപ്പോൾ വാട്സപ്പിൻ്റെ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പറിലോട്ടാണോ പോവേണ്ടത് ആ നമ്പറിനോടൊപ്പം WA.me എന്ന് ചേർത്താൽ മതി. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് കോമൺ ലിങ്ക് എന്ന് സെർച്ച് ചെയ്യുക. എന്താ സെർച്ച് ചെയ്യുക, വാട്സപ്പ് കോമൺ ലിങ്ക്. അപ്പോൾ ഇവിടെ കണ്ടോ, HTTPS WA.me/ കഴിഞ്ഞിട്ട് നമ്പർ കൊടുക്കുക. HTTPS WA.me, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ WA.me അടിച്ചിട്ട് പിന്നെ HTTPS ചേർത്താലും മതി. HTTPS WA.me ചാറ്റിലിടാം. ഓക്കെ. ഇതാ ഇവിടെ ഞാൻ എന്ത് ചെയ്തു ഇട്ടു, HTTPS WA.me/ കഴിഞ്ഞിട്ട് എന്താ കൊടുക്കുക, നമ്പർ, വാട്സപ്പിൻ്റെ നമ്പർ. ഏത് നമ്പറാണെന്ന് വെച്ചാൽ ആ നമ്പർ എന്ത് ചെയ്യുന്നു നമ്മൾ കൊടുക്കുക. ഓക്കെ. ദെൻ ഇനി നമുക്കപ്പോൾ കണ്ടൻറ്റ് അരിഞ്ഞ് കളറല്ലേ, കളർ ഏതിലാണ് ഉണ്ടാവുക, സ്റ്റൈലുണ്ടാവും. സ്റ്റൈല് പോയി കഴിഞ്ഞാൽ ഇവിടെ പൊസിഷൻ നിങ്ങൾക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ എങ്ങനെ വേണമെങ്കിലും ആക്കാൻ പറ്റും. ഓക്കെ. ടൈപ്പോഗ്രഫി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബട്ടൻ്റെ സൈസ് കൂട്ടാനോ കുറക്കാനോ പറ്റും. ഓക്കെ. ദെൻ ഇതിൻ്റെ ഫോണിൻ്റെ സ്റ്റൈല് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാനും പറ്റും. യെല്ലോൻ്റെ കളർ ഇതാ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ്. ഈ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് നോക്കിയിട്ട് ഇവിടെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ് വാട്സപ്പ് ഗ്രീന് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീനോ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം പിടിക്കാം. അപ്പോൾ നോക്കണം വാട്സപ്പ് നൗ കാണുന്നുണ്ടോ, അത് ടെക്സ്റ്റാണ്. അപ്പോൾ ടെക്സ്റ്റ് കളർ ഉണ്ടോ ഇവിടെ, ടെക്സ്റ്റ് കളർ. ഇത് വായിച്ച് നോക്കണം, വായിച്ച് നോക്കാതെ എന്നോട് സംശയം ചോദിക്കരുത് കേട്ടോ. ഇത് വാട്സപ്പ് നൗ. ഓക്കെ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഫുള്ള് നോക്കും വേണം. നോക്കിയിട്ട് ഇങ്ങനെ പരീക്ഷിച്ച് ഇങ്ങനെ നോക്കി നോക്കാം. എന്തെങ്കിലും തെറ്റിയാലും കുഴപ്പമില്ല, റിവിഷൻ ഉണ്ട്, റിവിഷൻ എടുത്താൽ മതി.
പക്ഷേ വലിയ മിസ്റ്റേക്ക് പറ്റിയാൽ എന്താണ് ആ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തതെന്നില്ല എന്നോട് പറയുകയാണെങ്കിൽ നമുക്ക് വേഗം സോർട്ട് ചെയ്യാം. അതല്ലാന്ന് ഞാൻ ഇരുന്ന് കണ്ടുപിടിക്കേണ്ടി വരും ആ പ്രശ്നം എന്താ, നിങ്ങൾ എവിടെ മാറ്റം വരുത്തിയിരുന്നില്ല. ഇതൊന്നും കുഴപ്പമില്ല. ഇതല്ലാതെ ഈ സൈറ്റിൻ്റെ ഈ സെറ്റിങ്സിലോട്ടൊന്നും പോയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. ഈ സെറ്റിങ്സ് ഇതിൽ പോയിട്ടൊന്നും കാര്യങ്ങളൊന്നും മാറ്റരുത്. ഇത് ടോട്ടൽ സൈറ്റിൻ്റെ കാര്യങ്ങളാണ് മാറുക. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ മാറ്റി. ഇനി ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ ടെക്സ്റ്റുകൾ. ഇനി ഈ ഇമേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൻ്റെ ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ ഈ ഇമേജിൻ്റെയാണ് ഈ ഒരു എഡിറ്റ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ. മനസ്സിലായോ? അതേപോലെ ഇവിടെ പോയാലും ഉണ്ട്, ഇവിടെ പോയാലും ഉണ്ട് അല്ലേ. ഇതെല്ലാതും കൂടി ഇല്ല ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി ആവും. പിന്നെ ഇതിന് ഇമേജ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ പോലെ Ctrl+Z അമർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ബാക്കിലോട്ടാവും. അത് നമ്മളിപ്പോൾ ഒരു PDF എഡിറ്റ് ചെയ്യണമെങ്കിലും വേർഡ് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ Ctrl+Z ബാക്കിലോട്ട്, Ctrl+Y മുന്നിലോട്ട്. ഓക്കെ. അപ്പോൾ ഇമേജ് നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇമേജിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇമേജ്. ഓക്കെ. പിക്സൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഇമേജുകൾ ഇവിടെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യും. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ലിങ്ക് എന്തെങ്കിലും ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ ലിങ്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഈ കസ്റ്റം URL പോയിട്ട് ഈ ലിങ്കൊക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇമേജ് ഇവിടുന്ന് നിങ്ങൾക്ക് ചൂസ് ഇമേജ് പോവാം. ചൂസ് ഇമേജ് പോയിട്ട് അപ്ലോഡ് ഫയൽസ് ഉണ്ടാവും. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത ഫയൽ സെലക്ട് ഫയൽസ് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫയൽസ് ചൂസ് ചെയ്തിട്ട് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഇമേജുകൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ മാറ്റം വരുത്താൻ വരുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ ബാനർ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വരുന്നില്ല. ഈ ഇമേജ് അല്ലല്ലോ ഇത്, അല്ല. അപ്പോൾ ഇതിൻ്റെ ബാനറിൽ ഈ ഫ്രണ്ടിലത്തെ വലിയ ബാനറിൻ്റെ കേസ് മാത്രം ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ കണ്ടോ കുറച്ച് ഡോട്ട്, ഇതല്ലേ ഇതിനൊക്കെ ബോർഡറിലെ സെറ്റിങ്സ്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഒന്നും കാണാനില്ല അല്ലേ. ലെഫ്റ്റ് സൈഡ് ബേസിക് ആയിട്ട് കുറേ വിത്തിൻ്റെയും കണ്ടെയ്നർ സ്റ്റൈൽ പോയാൽ മതി. സ്റ്റൈൽ പോയി കഴിഞ്ഞാൽ ഇമേജ് കിട്ടും. ഈ ഇമേജ് ഇവിടുന്ന് മാറ്റിയാൽ മതി. ഈ ഇമേജ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ ഇമേജ് എങ്ങനത്തെ ഇമേജാണ്, ലാൻഡ്സ്കേപ്പ് ഇമേജാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സിനിമ കാണാറില്ലേ ഫോണിൽ, ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ട് അതേപോലത്തെ ഇമേജുകളാണ് വേണ്ടത്. അല്ലാതെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന പോലത്തെ പോർട്രേറ്റ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് ചെയ്താൽ വർക്കാവില്ല, കട്ടാവില്ലേ, സൈസ് വേണ്ട. ലാൻഡ്സ്കേപ്പ് ഇമേജുകൾ അപ്പോൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇനി ഈ ഇമേജ് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു ഇമേജ്. പക്ഷേ നിങ്ങൾ ഓക്കെ, ഈ ഇമേജിൻ്റെ അവിടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് എന്നുള്ളടത്ത് ഇപ്പോൾ കിടക്കുന്നത് ക്ലാസിക്കാണ് അല്ലേ. ഇവിടെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഗ്രേഡിയൻ്റ് കൊടുത്തപ്പോൾ വേണമെങ്കിൽ എനിക്ക് 2 കളർ ആഡ് ചെയ്യാം ഇവിടെ. അതായത് ഇമേജ് മാറ്റിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, 2 കളറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ഒക്കെ ആക്കാനൊക്കെ പറ്റും. ഓക്കെ. ആ ഓപ്ഷനൊക്കെ ഉള്ളത് ഇവിടെയാണ്. ഇതവിടെ ഇപ്പോൾ ഇത് കളറായത് ഈ ഓപ്ഷൻ എടുത്തോണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീഡിയോൻ്റെ ലിങ്കിൻ്റെ URL ഇട്ടാൽ മതി. ഓക്കെ. യൂട്യൂബിൽ നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ URL ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ട് വെക്കും. ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ മതി, ഈ ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടാണ്, ഇതിൻ്റെ നേരെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേലെ വല്ല കളറും വേണമെന്നുണ്ടെങ്കിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടോ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് സെൻറ്റർ. ഈ പൊസിഷനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നിൽ ഇങ്ങനെ സൈഡിലോട്ട് നീക്കേ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യേ, Y പൊസിഷനിലോട്ട് ഉണ്ടല്ലോ മേലോട്ടും താഴോട്ട് നീക്കേ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കും. ഇമേജുകൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ലേ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ആ പരിപാടിയൊക്കെ എന്ത് ചെയ്യും ഇവിടെ നടക്കും. ഓക്കെ. വേണമെങ്കിൽ ഇനി ഇവിടെ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഓവർലേ, ഈ ഓപ്ഷനൊക്കെ എടുത്ത് നോക്കുക. ബാക്ക്ഗ്രൗണ്ട് ഓവർലേ പറഞ്ഞാൽ ഇപ്പം ഇല്ല ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേലെ എന്തെങ്കിലും കളർ കൊണ്ടുവരണം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും, അപ്പോൾ ഈ ടെക്സ്റ്റ് വൈറ്റ് കൊടുത്ത് കാണും, അവിടെ ചിലപ്പോൾ ബ്ലാക്ക് ഓവർലേ കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് ഓവർലേ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കളർ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ബ്ലാക്ക് ഉണ്ട്, നമുക്ക് വൈറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ ഇവിടെ ഇങ്ങനെ വൈറ്റ് ആവുന്ന, റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റെഡ് വരും,
ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് വരും, ഇങ്ങനെ ഒരു സംഭവം. ഓക്കെ, ഇതൊന്നും വേണ്ടത് ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ആ കളർ മൊത്തം പോകും. ഓക്കെ, ദെൻ ഇത്ര കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബാനർ ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രമേ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ പോവുക, സ്റ്റൈൽ പോകണം. നിങ്ങൾ ഇത്ര ഉള്ളു നോക്കണ്ട, ആ ഇമേജ് ഇവിടെ ഉണ്ടോയെന്നില്ല ചെക്ക് ചെയ്താൽ മതി. ഇമേജ് ഉണ്ടാകും. ഇപ്പോൾ ചിലത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് ഇമേജ് കാണുന്നില്ലാണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓവർലൈൻ്റെ ഉള്ളിലുണ്ടാവും ഇമേജ്. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക ഫുള്ള്. ഇനി ഇതൊക്കെ ഇപ്പോൾ നോർമലാണ്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും അല്ലേ? ഓക്കെ, പക്ഷേ ഇതുപോലെ അല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇമേജ് ആഡ് ചെയ്യേണ്ടി വരും, ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടി വരും, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ രീതിയിലോട്ട് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ ഈ കണ്ടെയ്നറും ഉണ്ട്. എനിക്കിതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആഡ് ചെയ്യണം. ഇവിടെ കണ്ടോ ആഡ് കണ്ടെയ്നർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് വെച്ച് ചെയ്താൽ മതി. ഇവിടെ പോകണ്ടോ ആഡ് ന്യൂ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെ വെച്ചാൽ 2 ബോക്സ് ആഡ് ചെയ്യും. ചെറിയ ബോക്സോ വലിയ ബോക്സോ. ചെറിയ ബോക്സിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡിങ് ഇടാം, അങ്ങനെ ഇങ്ങോട്ട് ഇടുകയാണ് ചെയ്യും. ഒരു പ്ലെയിൻ ഏരിയ ഇട്ടിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആഡ് ന്യൂ കണ്ടെയ്നർ കൊടുത്തു. ഫ്ലെക്സിബിൾ ബോക്സും ഉണ്ട്, ഗ്രിഡും ഉണ്ട്. ഫ്ലെക്സിബിൾ ബോക്സ് പറഞ്ഞാൽ ഒരു ചെറിയ കണ്ടെയ്നർ, ഒരു വലിയ കണ്ടെയ്നർ, അങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കും അത്. ഇപ്പോൾ ഞാനത് എടുത്തു. ഇപ്പോൾ ഇവിടെ കണ്ടോ ഒരു കണ്ടെയ്നർ മതി എന്നുണ്ടെങ്കിൽ ഇതെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു കാര്യമാണ് കൊണ്ടുവരാൻ പറ്റുക. ഇപ്പോൾ ഞാൻ 2 കണ്ടെയ്നർ എടുത്തു. ഈ കണ്ടെയ്നർ എന്താ, ഒന്ന് ചെറുതും ഒന്ന് വലുതും. ഞാൻ അപ്പോൾ ഇതെടുത്തു. ഇതെടുത്തപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ കണ്ടോ ഒരു പ്ലസ് എലമെൻസിൻ്റെ. ഈ എലമെൻറ്റ്സ് പോയി കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഹെഡിങ് വേണോ, ഹെഡിങ് പിടിച്ച് ഇങ്ങോട്ട് വലിക്കാം, ഹെഡിങ്ങായി. ഓക്കെ, ഇനി പാരഗ്രാഫിന് എപ്പോഴും യൂസ് ചെയ്യാറ് ടെക്സ്റ്റ് എഡിറ്ററാണ്. പാരഗ്രാഫിന് എന്താ യൂസ് ചെയ്യുക? ടെക്സ്റ്റ് എഡിറ്റർ. ഒരിക്കലും ഹെഡിങ് കൊണ്ടുപോയി എല്ലായിടത്തും ചെറിയ വാക്കുകൾ എഴുതാനൊന്നും പാരഗ്രാഫ് എഴുതുമ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിപ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് ഞാൻ അത് കൊണ്ടുപോയിട്ട് അല്ലേ? ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ആഡ് എലിമെൻറ്റ് പോവാം. എന്നിട്ട് ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു ബട്ടൺ വേണമെന്നുണ്ട്, ഇതിൻ്റെ താഴെ ഒരു ബട്ടൺ വേണം. അപ്പോൾ ഇവിടെ വല്ല പ്ലസ്സോ ഒന്നും കാണുന്നില്ലല്ലോ കണ്ടെയ്നർ ആഡ് ചെയ്യാനൊന്നും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ കണ്ടോ ഒരു ബട്ടൺ. ഈ ബട്ടനെ പിടിച്ച് എന്ത് ചെയ്തു, പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കണ്ടോ ഒരു തിക്ക് ലൈന് വരുന്നത്, പിങ്ക്. ആ പിക്ക് ലൈന് ഞാൻ ഇങ്ങോട്ടാക്കുമ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ബട്ടൺ വരേണ്ടതെന്നുണ്ടെങ്കിൽ അവിടുന്ന് റിലീസ് ചെയ്യാം. ആ ലൈൻ ഇവിടെ ആണെങ്കിൽ എവിടെ നടുവിൽ വരും. ഇപ്പോൾ മേലെ വരും, ഇപ്പോൾ താഴെ വരും. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരുന്നത്. അപ്പോൾ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വരും. എനിക്കിത് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ വരും. ഓക്കെ, ദെൻ സാധാ പോലെ തന്നെ ഇവിടുത്തെ എഡിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എലമെൻറ്റ്സ് പോയിട്ട് നിങ്ങൾ ആദ്യം ഈ എലമെൻറ്റുകളെല്ലാം അത് യൂസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എല്ലാ എലമെൻറ്റ്സും യൂസ് ചെയ്ത് നോക്കുക. ഈ എലമെൻറ്റ്സ് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് വേണം. ഇപ്പോൾ നമ്മളെ ലൊക്കേഷൻ കാണിക്കുന്ന ഗൂഗിൾ മാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഇപ്പോൾ ഇതൊക്കെ കോൺടാക്ട് പേജിലാണ് ചെയ്യാറ്. ഉണ്ടോ, ഇവിടെ ഗൂഗിൾ മാപ്പ് വരും. എന്നിട്ട് ഇവിടെ നിങ്ങൾ പിൻകോഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആ ഏരിയ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് മാപ്പിൽ വരും. ഇവിടെ പിൻകോഡ് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇപ്പം നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം ഞാൻ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തു അല്ലേ? ഈ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ കണ്ടെയ്നർ ആഡ് ചെയ്യാതെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ കൊണ്ടുവരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പ്രോ ഉണ്ടല്ലേ കുറേ. ഈ പ്രോ ഒക്കെ പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്താലാണ് ചെയ്യാം. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പ്രോ ഞാൻ ക്ലോസ് ചെയ്തു. ഇതിൻ്റെ താഴെ കണ്ടോ ഇമേജ് ബോക്സ്, ഐക്കൺ ബോക്സ്, ഗാലറി ഉണ്ട്, ഐക്കൺ ലിസ്റ്റ് ഉണ്ട്, കൗണ്ടർ ഉണ്ട്. കൗണ്ടർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടോട്ടൽ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ആയി 100 പ്രൊജക്ട്സ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എൻഡിങ് നമ്പർ 100 ആണ്. ഇത് 250 ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 250 ആക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് 250 എടുക്കും. ഇതിൻ്റെ കളറ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിലുണ്ടാവുക സ്റ്റൈൽ ഉണ്ടാവും, അവിടെ തപ്പിയാൽ കിട്ടും. ഓക്കെ, ദെൻ അപ്പോൾ ഇപ്പം ഞാൻ കണ്ടെയ്നർ ആഡ് ചെയ്തിട്ടല്ലല്ലോ ഇത് ചെയ്തത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ സെൻട്രലായിട്ട് വന്നു അല്ലേ? കണ്ടെയ്നർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉപകാരം എന്ന് വെച്ചാൽ അത് ഒതുങ്ങി കറക്റ്റ് നിന്നോളും.
ആഡ് പോയി, ഫ്ലെക്സ് ബോക്സ് പോയി. അപ്പോൾ ഇതെടുത്തു എന്ന് വിചാരിക്കും. ഇതെടുത്തിട്ട് ഒന്നല്ല അവിടുന്ന് വലിച്ചിട്ടാലും മതി. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടുന്ന് വലിച്ചിട്ടു. കണ്ടോ, കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വന്നു. അതുകൊണ്ടാണ് നമ്മൾ കണ്ടെയ്നർ ആഡ് ചെയ്ത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നത്. ദെൻ ഇവിടെ പോയിട്ട് ഇനിയിപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇമേജ് കറേഴ്സർ, ഇങ്ങനെ ഇമേജ് സൈഡിലോട്ട് നിൽക്കുന്ന പരിപാടി. ഐക്കൺ ലിസ്റ്റ്, പ്രോഗ്രസ് ബാർ ഇപ്പോൾ ഒരു പ്രൊജക്റ്റുകൾ എത്ര കംപ്ലീറ്റ് ആയെന്നൊക്കെ പറഞ്ഞാൽ ഞാനുണ്ടോ. ഇത് റൈറ്റ് ക്ലിക്ക് മതി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ഒന്നുകൂടി വരും. അപ്പോൾ ഈ ടെക്സ്റ്റ് മാറ്റി കൊടുത്താൽ പറയും. ഇതിൻ്റെ സെറ്റിങ്സ് പോയി മൈ സ്കില്ല് മാറ്റിയിട്ട് വേറെയും ഈ പെർസെൻറ്റേജ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് കൂട്ടുക എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെയും മാറ്റുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഇല്ല കണ്ടെയ്നർ അല്ലേ ഇപ്പം ഞാൻ ആഡ് ചെയ്തത്. ഇതുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇത് റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് കോപ്പി ചെയ്തിട്ട് ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം ഇതെടുക്കുക. ഇത് ഞാൻ റൈറ്റ് ക്ലിക്ക് അമർത്തി കോപ്പി ചെയ്തു. എനിക്ക് വേണമെങ്കിൽ ഇത് താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്സ് പോയി കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. നിങ്ങളതിൽ കോപ്പി പേസ്റ്റ് നടക്കും. എൻ്റെ കയ്യിൽ എന്തോ എററാണ്. ഓക്കെ, ഇതിങ്ങനെ കോപ്പി ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് ഇത് പേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. കോപ്പി ചെയ്ത് പേസ്റ്റ് ഇടാനൊക്കെ പറ്റും. ഓക്കെ, നിങ്ങളതിൽ നടക്കുന്നുണ്ടാവും. എൻ്റെ കയ്യിൽ എന്തോ എററാണ്. ഓക്കെ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത ഡിസൈനിങ് കളഞ്ഞിട്ട് ഇപ്പോൾ ഇതും ഇതിൻ്റെ ഇടയിൽ വേറെ ഡിസൈൻ വേണമെന്ന് വിചാരിക്കും. അവിടെ കണ്ടോ സ്റ്റാർട്ട് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ഡിസൈൻ വേണമെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു ഡിസൈൻ വേണം. സ്റ്റാർട്ട് ടെംപ്ലേറ്റ്സ് എടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത ഓരോ ടെംപ്ലേറ്റുകൾ വരും. അതിൻ്റെ ഉള്ളിലത്തെ ഓരോ പേജുകൾ ഇവിടെ കിട്ടും. കണ്ടോ, ഇവിടെ ഒരു കോൺടാക്ട് പേജ് ഉണ്ട്. കണ്ടോ, ഈ പേജ് സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് ഇതിൻ്റെ ഇടയിൽ വരും. ഇപ്പോൾ ഞാൻ കൊടുത്തതിൻ്റെ ഇടയിൽ വരും. എന്നിട്ട് വേണമെങ്കിൽ ആവശ്യമില്ലാത്ത കളഞ്ഞിട്ട് ആവശ്യമെല്ലാം നല്ല ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇമ്പോർട്ട് ടെംപ്ലേറ്റ് കൊടുത്ത് ഇമ്പോർട്ട് ചെയ്തു. ഇത് ചിലപ്പോൾ ചിലർക്ക് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഇവിടെ കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഡിസൈൻ കയറി വരും. ഇതിൽ ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഇത് കളഞ്ഞാൽ മതി. ഒരു കാര്യം വേണ്ടാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഇവിടെ എന്താണോ ഇതില്ലത് അവിടെ പോയിട്ട് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ഡിലീറ്റ് കൊടുത്താൽ റൈറ്റ് ക്ലിക്ക് അമർത്തി കഴിഞ്ഞാൽ എല്ലാത്തിനും ഡിലീറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളൊരു കോമ്പറ്റീറ്ററുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഏകദേശമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ കോണ്ടന്റിനെ ChatGPT തൽക്കാലം ഇപ്പോൾ യൂസ് ചെയ്തോ. ഓക്കെ, ChatGPT പുതിയ ടാബിൽ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ പേജ് ഇതാണ്, ഹോം പേജാണ്.